ദില്ലിയിൽ നിന്ന് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ തത്സമയം ചേരുന്നുണ്ട്. ഒപ്പം ഡോക്ടർ അനുപമ ഗൈനക്കോളജിസ്റ്റ് തിരുവനന്തപുരത്ത് നിന്നും തത്സമയം ചേരും. ഫൗസിയ, നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് അല്ലേ ഈ പരമ്പര സംപ്രേഷണം ചെയ്യാൻ തുടങ്ങി. 30 സ്റ്റോറികൾ കൊടുത്തു. എന്താണ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്? എനിക്കറിയാം പുറത്തേക്ക് കാര്യങ്ങൾ വന്നിട്ടില്ല, എങ്കിലും അതിൻ്റെ അണിയറയിൽ നടക്കുന്ന കാര്യങ്ങൾ ഫൗസിയയ്ക്ക് കൃത്യമായിട്ട് അറിയാം. എന്താണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, ഇക്കഴിഞ്ഞ ഡിസംബർ 10 നമ്മൾ ഓൺ എയർ ചെയ്ത കാസർഗോട്ടെ ഷാഹിന, ബദിയടുക്കിലെ ഷാഹിന പ്രസവിച്ചയുടൻ ഇയർഫോൺ കേബിൾ കൊണ്ട് കുഞ്ഞിനെ കഴുത്തറുത്ത് കൊന്നു എന്നുള്ള കേസിൽ ഷാഹിന പ്രസവാനന്തര ചോരയോടുകൂടെ ഷാഹിനയെ അവിടുത്തെ CPM-കാർ ഉൾപ്പെടെയുള്ള ആക്ഷൻ കൗൺസിൽ ഇടപെട്ടുകൊണ്ട് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചുകൊണ്ട് ഷാഹിനയെ കണ്ണൂർ സെൻട്രൽ വനിതാ ജയിലിലേക്ക് അയക്കുകയുണ്ടായി. അതിനുശേഷം ഷാഹിന ഹൈക്കോടതിയിലൊക്കെ പോയിട്ട് ഷാഹിനയുടെ കുടുംബം ഹൈക്കോടതിയൊക്കെ സമീപിച്ചിട്ടാണ് ഷാഹിനയ്ക്ക് ജാമ്യം കിട്ടിയത്. ആ ഷാഹിനയുടെ വിധി ഈ ഡിസംബർ 12 വന്നിരിക്കുന്നു. ഷാഹിനയെ വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞൊരു നിമിഷത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതിൻ്റെ കാരണം ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞത്, ഞങ്ങൾ ഷാഹിനയാണ് കുഞ്ഞിനെ കൊന്നതെന്ന് തെളിയിച്ചു, ഷാഹിനയുടേതാണ് കുഞ്ഞ് എന്ന് തെളിയിച്ചു. പക്ഷേ പോലീസ് മാനസികാരോഗ്യ പരിശോധന നടത്തിയിരുന്നില്ല. അതിൽ വലിയ പരാജയം സംഭവിച്ചു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആ കേസിന് ഒരുപാട് മാനങ്ങളുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്കുള്ള ആഴങ്ങളിലേക്ക് നമ്മൾ ആ കേസിൽ പോയിരുന്നു. വലിയ നുണകളുടെ ഒരു ചീട്ടുകൊട്ടാരം നമ്മൾ ആ സ്റ്റോറികളിലൂടെ തകർത്തിരിക്കുന്നു എന്നുള്ള വലിയ സന്തോഷം. കാരണം ഒരാൾക്കെങ്കിൽ ആദ്യ നീതി സ്ഥാപിതമായിരിക്കുന്നു. ഇനിയും നീതികൾ വരാനിരിക്കുന്നു. മറ്റ് സ്റ്റോറികളൊക്കെ നമ്മൾ കോടതികളുടെ പരിഗണനയിലേക്ക് അയച്ചിട്ടുണ്ട്. പോലീസ് സംവിധാനങ്ങളിൽ, അന്വേഷണ സംവിധാനങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വഴിയൊരുങ്ങുന്നുണ്ടോ? പോലീസിൻ്റെ അന്വേഷണ സംവിധാനങ്ങളിൽ വലിയൊരു പൊളിച്ചെഴുത്തിന് ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ADGPയുടെയും IG സോണൽ നോർത്തും എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റോറികൾ ന്യൂസ് മലയാളം പുറത്തുവിട്ട സ്റ്റോറികൾ തന്നെ കളക്ട് ചെയ്തുകൊണ്ട് പോലീസിൻ്റെ മൊഡ്യൂളിലും ഒപ്പം തന്നെ അവരുടെ ട്രെയിനിങ് ഷെഡ്യൂളിലും വലിയ മാറ്റങ്ങൾ വരുത്താൻ അവർ തയ്യാറായിരിക്കുകയാണ്. അത് DGPക്ക് അതുപോലുള്ള ഡ്രാഫ്റ്റുകൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനായി 2 ജീവനക്കാർ അവർ നിലവിൽ അതിനു വേണ്ടിയിട്ട് നിയമിതമായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും കൂടുതൽ പേര് അതിനു വേണ്ടിയിട്ട് ഇത്തരം കേസുകൾ നിലവിൽ എത്ര രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ആ കേസുകളുടെയൊക്കെ പുനഃപരിശോധനയോ പുനർവിചിന്തനമോ വേണമെങ്കിൽ അത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത പെർനാറ്റൽ സൈക്കോസിസിൻ്റെ ഭാഗമായി പുരുഷന്മാരും കുഞ്ഞുങ്ങളെ കൊല്ലും എന്ന പറഞ്ഞു വെച്ച തിരുവല്ലത്തെ ഉണ്ണികൃഷ്ണൻ്റെ കേസ് ഉൾപ്പെടെ പുനഃപരിശോധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു കാഴ്ചപ്പാട് സമൂഹത്തിലേക്ക് മാത്രമല്ല പോലീസിനും അത്തരം അന്വേഷണങ്ങളിലേക്കുള്ളൊരു വെളിപാടുണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പേഴ്സണലായിട്ടും അല്ലാതെ അവർ ഒഫീഷ്യലായിട്ടും നമ്മെ അറിയിച്ചിരിക്കുന്നത് എന്നുള്ള വലിയ സന്തോഷം നിറയുന്നു. സുഭാഷ് ചന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ, ഈ നിയമ സമൂഹം എങ്ങനെയാണ് ഈ വാർത്താ പരമ്പരയെ കാണുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇതിനു മുമ്പേ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉയർന്നു വരേണ്ടത് തന്നെയായിരുന്നു. പക്ഷേ വൈകിയാണെങ്കിലും ഇത്തരത്തിലുള്ള ചർച്ചകൾ, വാർത്തകൾ വരുന്നതിനെ നിങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് സുഭാഷ്? ലക്ഷ്മി പത്മ, ആദ്യം തന്നെ ഈ പരമ്പരയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പരമ്പര ചെയ്യാൻ വേണ്ടി തയ്യാറായ എൻ്റെ മുൻ സഹപ്രവർത്തക കൂടിയായ ഫൗസിയ മുസ്തഫയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ ന്യൂസ് മലയാളത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. എൻ്റെ മുൻ എക്സിക്യൂട്ടീവ് എഡിറ്റർ കൂടിയായ ശ്രീ MP ബഷീറിൻ്റെ ഉൾപ്പെടെയുള്ള ടീമിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഈ പരമ്പരയ്ക്കകത്ത് ഫൗസിയ പറഞ്ഞു വെക്കുന്നത് പോലെ തന്നെ ഒരു 100 സ്ത്രീകളിൽ ഒരു 30ഓളം പേർക്ക് പെരിനാറ്റൽ സൈക്കോസിസ് അതല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു ഇഷ്യൂ നമ്മുടെ സമൂഹത്തിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇത് നമ്മുടെ സമൂഹത്തിനകത്തെ സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു എൻ്റെ ഓഡിയോ സ്വാഭാവികമായും നമ്മുടെ സമൂഹത്തിനകത്തെ സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ പ്രശ്നം എന്ന രീതിയിൽ അത് ചർച്ച ചെയ്യേണ്ട, അതിനെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കടമ നമ്മുടെ സമൂഹത്തിനുണ്ട്. നിയമ സംവിധാനം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്കുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇത്രയും കാലമായിട്ടും നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ചകൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഇത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിനോ അത് ചർച്ച ചെയ്യുന്നതിനോ അഡ്രസ്സ് ചെയ്യുന്നതിനോ അതിനാവശ്യമായ പരിഹാരം കണ്ടെത്തുന്നതിനു വേണ്ടിയോ നമ്മൾ ശ്രമിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത്തരം ഒരു ചുവടുവെപ്പിലേക്കാണ് നിങ്ങളുടെ ഈ പരമ്പര ഒരു മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നേരത്തെ ഫൗസിയ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ പോലീസ് ഉൾപ്പെടെയുള്ള നിയമ സംവിധാനങ്ങൾക്കകത്ത് ഇതൊരു ചർച്ചയാകുന്നു, അവരുടെ ട്രെയിനിങ് മൊഡ്യൂളിന്റെ ഭാഗമാകുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഈ പരമ്പര ഇപ്പോൾ ഏതാണ്ട് 2 ആഴ്ചയായി വരുന്ന പരമ്പരകളിൽ ഒരു ബഹുഭൂരിപക്ഷം ഒരു 50% ഞാൻ കാണാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന വിവിധ വിഷയങ്ങൾ അത് നിയമ സംവിധാനത്തിനകത്തും ഒരു ചർച്ചയായി വരികയും നമ്മുടെ നിയമ സംവിധാനത്ത് ആവശ്യമായ മാറ്റങ്ങൾ വരേണ്ട സാഹചര്യമുണ്ട്. സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല വിഷയങ്ങളും എടുക്കുന്ന സമയത്ത് സുപ്രീം കോടതിയിൽ പോലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകൾ വരുന്ന സമയത്ത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ, നമ്മുടെ ജഡ്ജിമാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കുന്ന സമീപനം, അവർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ബോധ നിലവാരം നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പല കേസുകൾക്കകത്തും ഇത്തരത്തിലുള്ള ഇരകൾക്ക് നീതി ലഭിക്കാതെ പോകുന്നത്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതിന്റെ ഈ അസുഖത്തിന്റെ ഈ ഇത്തരത്തിലുള്ള സൈക്കോസിന്റെ ഭാഗമായി വരുന്നവർക്ക് ഒരു നീതി ലഭിക്കാതെ പോകുന്നത്. അപ്പോൾ ആ ഒരു മാറ്റം നമ്മുടെ നിയമ സംവിധാനത്തിനകത്തും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പരമ്പര ഏതായാലും നിയമവൃത്തങ്ങൾക്കകത്ത്, ഈ അഭിഭാഷകർ ഉൾപ്പെടെയുള്ള നിയമവൃത്തങ്ങൾക്കകത്ത് വലിയ രീതിയിലുള്ള ശ്രദ്ധ നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആമുഖം എന്ന രീതിയിൽ സൂചിപ്പിക്കാനുള്ളത്. ശ്രീ സുഭാഷ്, ഒരു ഇൻഫന്റിസൈഡ് ആക്ട് എന്ന നിലയിലേക്കൊക്കെ നമുക്ക് എത്തണമെങ്കിൽ അത്രയും പരിഷ്കൃതമായൊരു സമൂഹം തന്നെയാണ് നമ്മളുടേത്. കാലികമായ എല്ലാ വിഷയങ്ങളെയും ഉൾക്കൊണ്ട് അതിനൊക്കെ പരിഹാരം കണ്ടെത്തുന്നുണ്ട്. ഇപ്പോൾ ഇൻഫന്റിസൈഡ് ആക്ട് എന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തണമെങ്കിൽ ഇനിയും നമ്മൾ കാത്തിരിക്കണം എന്നാണോ താങ്കൾക്ക് തോന്നുന്നത്? താങ്കൾ വിവിധ ഇടങ്ങളിൽ ആദ്യം മാധ്യമപ്രവർത്തകനായിരുന്നു, സംഘടനാ തലത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചിട്ടൊക്കെ ഉള്ള ഒരാളാണ്, അഭിഭാഷകൻ മാത്രമല്ല. അപ്പോൾ ഈ വിവിധ സമൂഹങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു മാറ്റത്തിന് ഇനിയും കാത്തിരിക്കണം എന്നാണോ താങ്കൾക്ക് തോന്നുന്നത്? താങ്കളുടെ ഒരു ധാരണ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട്? സ്വാഭാവികമായും ഈ ഇത്തരത്തിലുള്ള ഒരു ചർച്ചകളിലേക്ക്, ഒരു നിയമ സംവിധാനത്തിനകത്തുള്ള ഒരു പൊളിച്ചോയത്തിലേക്ക് മാറ്റങ്ങൾ വരണമെങ്കിൽ ഒന്ന് നമ്മുടെ പാർലമെന്റേറിയൻസ്, നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രാഷ്ട്രീയ വൃത്തങ്ങൾക്കകത്ത്, നേതൃത്വത്തിനകത്ത് ഇതിൽ കൃത്യമായൊരു ബോധ്യം ഉണ്ടാകണം. നമുക്ക് ഈ സ്റ്റോറി കാണുന്ന സമയത്ത്, എനിക്ക് ഫൗസിയുടെ സ്റ്റോറികൾ കാണുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയത്, ഈ ശൈലജ ടീച്ചറെ പോലെയുള്ള, കേരളത്തിലെ മുൻ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറെ പോലെയുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് സെൻസിറ്റൈസ്ഡ് ആണ്. അത്തരത്തിലുള്ള ഒരു സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകൾ ഇപ്പോൾ ഈ സ്റ്റോറികൾ ശ്രദ്ധിക്കുകയും അല്ലെങ്കിൽ ഇത്തരം ആളുകളുടെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതേസമയം ഇതൊരു പാൻ ഇന്ത്യ എന്നുള്ള തരത്തിൽ നമ്മുടെ ഒരു ദേശീയ തരത്തിലുള്ള ഒരു നിയമനിർമ്മാണം അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങൾ, ഇതിനകത്ത് ഭേദഗതികൾ എല്ലാം ആവശ്യമായി വരുന്നൊരു സാഹചര്യമുള്ള സ്ഥിതിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ സമഗ്രമായ രീതിയിലുള്ള നെഗോസിയേഷൻസും അതുപോലെ തന്നെ ക്യാമ്പയിനുകളും ഇനിയും നമ്മുടെ ഈ ഉദ്യമങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും ദൗർഭാഗ്യകരമായി പറയുന്നത്, ഞാൻ നേരത്തെ സുപ്രീം കോടതിയിൽ ചില ഉദാഹരണങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾ ഏറ്റവും പുരോഗമനകാരി എന്ന് കരുതിയിരുന്ന ഇന്ത്യയുടെ തൊട്ടു മുൻപ് ഉള്ള ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസിനകത്തെടുത്ത നിലപാട് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആ കേസ് അന്ന് നിരീക്ഷിച്ചിരുന്ന അഭിഭാഷകർക്കെല്ലാം തന്നെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നടത്തിയിരുന്ന അഭിഭാഷകർക്കെല്ലാം തന്നെ വലിയ നിരാശ ഉണ്ടാക്കുന്നതായിരുന്നു. കാരണം ജസ്റ്റിസ് ഹിമാ കോഹ്ലിയും അതോടൊപ്പം തന്നെ ജസ്റ്റിസ് നാഗരത്നയും ഉൾപ്പെടുന്ന ഒരു ബെഞ്ച് ആ ഒരു വനിതയെ കേൾക്കുകയും അവർക്ക് ഈ കുഞ്ഞിനെ പേറാൻ വേണ്ടി സാധിക്കുകയില്ല, അവർ അങ്ങനെ ഒരു പ്രസവം നടത്തേണ്ട സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ചിലപ്പോൾ കൊല്ലേണ്ട സാഹചര്യം ഉണ്ടാകും എന്ന് വരെ കോടതിയിൽ പറയുന്ന സമയത്ത് ആ കുഞ്ഞിനെ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി കോടതി അനുമതി നൽകുകയും പിന്നീട് ആ വിഷയം ചീഫ് ജസ്റ്റിസിന് മുമ്പാകെ ഉന്നയിക്കുന്നത് ഒരു ASG ആയ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയ ഐശ്വര്യ ഭാട്ടി എന്ന് പറയുന്ന ഒരു വനിതയാണ്. അവർ ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ചീഫ് ജസ്റ്റിസിന് മുമ്പാകെ അത് ഉന്നയിക്കുകയും ഈ സുപ്രീം കോടതിയിലെ നിലവിലുള്ള ചട്ടങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ആ കേസ് വീണ്ടും കേൾക്കുകയും പിന്നീട് ജസ്റ്റിസ് ചന്ദ്രചൂഡ് തന്നെ ഇതിനകത്ത് ഒരു തീർത്തും നിരുത്തരവാദപരമായ, ഞാനത് വളരെ ഗൗരവപൂർവ്വമാണ് പറയുന്നത്, തീർത്തും നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് കേസിനകത്ത് എടുക്കുകയും അത്തരമൊരു ഉത്തരവാണ് അദ്ദേഹം പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ പാർട്ടിയാക്കി ഈ പറയുന്ന നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനകത്ത് ഏറ്റവും ഉയർന്ന ചീഫ് ജസ്റ്റിസിന്റെ പദവിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് പോലും ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു സമീപനമായിരുന്നു ആ കേസിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനകത്ത് വലിയ രീതിയിലുള്ള സെൻസിറ്റൈസേഷൻ നമുക്ക് ആവശ്യമാണ്. എങ്ങനെയാണ് ഈ ഒരു ഇത്തരത്തിലുള്ള രോഗാതുരമായ അവസ്ഥ നമ്മുടെ സമൂഹത്തിനകത്ത് സ്ത്രീകളെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനകത്ത് ഇത്തരത്തിലുള്ള രോഗികളെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്, അവർക്ക് ആവശ്യമായ പിന്തുണ എങ്ങനെയാണ് നൽകേണ്ടത് എന്നുള്ളതിന്റെ ഏറ്റവും ഉദാഹരണം അല്ലെങ്കിൽ ഏറ്റവും തരത്തിലുള്ള ക്യാമ്പയിൻ നമ്മൾ ആരംഭിക്കേണ്ടത് ഏറ്റവും ഉയർന്ന വ്യക്തിത്വങ്ങളിൽ നിന്ന് തന്നെയാണ്. ചീഫ് ജസ്റ്റിസിനെ പോലെയുള്ള, അതല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ പോലെയുള്ള നമ്മുടെ നിയമ സംവിധാനത്തിനകത്തെയും രാഷ്ട്രീയ സംവിധാനത്തെയും ഏറ്റവും ഉയർന്ന തലത്തിലിരിക്കുന്ന ആളുകളെ ഇതിനകത്ത് സെൻസിറ്റൈസ് ചെയ്യുകയും അവരെ കൊണ്ട് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുപ്പിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളിലേക്ക്, ഇപ്പോൾ നമ്മുടെ ദൗർഭാഗ്യവശാൽ ഇവരെല്ലാം ഇത് ബോധ്യപ്പെടാത്ത ഒരു സാഹചര്യത്തിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ കടമകൾ, വലിയ തരത്തിലുള്ള ക്യാമ്പയിനുകൾ, വലിയ തരത്തിലുള്ള നെഗോസിയേഷൻസ്, വലിയ തരത്തിലുള്ള ലോബിയിങ് എല്ലാം ഇതിന് ആവശ്യമായി വരും എന്നതാണ്. പക്ഷേ ഭാവിയിൽ ഇപ്പം നിങ്ങൾ തുടങ്ങി വെച്ചിരിക്കുന്ന ഒരു ഉദ്യമം മുന്നോട്ട്
പോകും. അത് അനധിവിദൂരമല്ലാത്തൊരു കാലഘട്ടത്തിൽ ഇന്ത്യൻ സമൂഹം ചർച്ച ചെയ്യുകയും ഇന്ത്യൻ രാഷ്ട്രീയ സമൂഹത്തിനകത്ത് ഇത്തരത്തിലുള്ള ഒരു നിയമ ഭേദഗതിക്ക് ആവശ്യമായ സമീപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഈ കൊലപാതകം നടത്തുന്ന ആളുകൾക്ക് പോലും നീതി ലഭിക്കാൻ വേണ്ടി നമ്മൾ ഇടപെടുന്ന സംഗതികൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സുഭാഷ് ഇടപെട്ട ആ കേസിനെ കുറിച്ച് തന്നെ ഫൗസിയ പറഞ്ഞപ്പോൾ അത്തരം കേസുകൾ പോലും നമുക്ക് മുന്നിലുണ്ട്. അപ്പോഴും ഈ ഒരു കേസിനകത്ത് മാത്രം പലപ്പോഴും ഒരു ചർച്ച പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ അതിനൊരു ചവിട്ടുപടിയാണ്. അത് വലിയ രാഷ്ട്രീയ പ്രാധാന്യം നേടിയ ഒരു കേസ് ആകേണ്ടതായിരുന്നു. സുഭാഷ് പറയുന്നത് സുഭാഷ് കണ്ടു നിന്നൊരു കേസായിരുന്നു. ഞാൻ സുഭാഷിനെ ഈ കേസിലെ ആ ആളെ അവർക്ക് ഹാജരായ അഡ്വക്കേറ്റിനെ കിട്ടുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കൽ വിളിച്ചപ്പോഴാണ് സുഭാഷ് ആ ലേഡിയെ കണ്ടിരുന്നു, അയക്സ് എന്ന് വിശേഷിപ്പിക്കുന്ന ആളെ കണ്ടിരുന്നു. അവർ വളരെ നിരാശയോടുകൂടിയാണ് അന്ന് സുപ്രീം കോടതിയുടെ ആ അകത്തളങ്ങളിൽ നിന്ന് അവർ മടങ്ങിപ്പോയത്. പെരിനാറ്റൽ സൈക്കോസിസ് അവർക്ക് രണ്ടാമത്തെ പ്രസവത്തിൽ വന്നിരുന്നു. അവർക്ക് മൂന്നാമത് അവർ ഗർഭിണിയാണെന്ന് അറിഞ്ഞില്ല. കാരണം ലാക്ടറൽ അമൈനോറിയ എന്ന് പറഞ്ഞൊരു പ്രത്യേക ഇതുണ്ട്. അതായത് നമ്മൾ മുലയൂട്ടുന്ന സമയത്ത് ഈ മെൻസ്ട്രൽ പീരീഡ് ആയിരിക്കില്ല. അപ്പോൾ ആ സമയത്ത് ഗർഭിണിയാണെന്ന് അറിയില്ല. അപ്പോൾ അവർ ഗർഭിണിയാണെന്ന് അറിയാതെ ഏകദേശം 24 ആഴ്ച ആകുന്ന സമയത്താണ് ഗർഭിണിയാണെന്ന് അറിയുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ ആക്ടുകൾ പ്രകാരം, അതായത് ഈ പിന്നെ അബോർഷൻ ആക്ട് പ്രകാരം അവർക്ക് കോടതിയെ സമീപിക്കാനേ പറ്റുകയുണ്ടായിരുന്നുള്ളൂ. ആശുപത്രികൾ സംബന്ധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവർ സുപ്രീം കോടതിയെ സമീപിച്ചത്. അപ്പോൾ ആദ്യത്തെ ദിവസം, കഴിഞ്ഞ വർഷമാണ് സംഭവിച്ചത്, ആദ്യത്തെ ദിവസം അവർക്ക് ഹിമ ആൻഡ് നാഗരത്നയുടെ ബെഞ്ചിലാണ് അവർ വന്നത്. ഹിമ ആൻഡ് നാഗരത്ന അവർക്ക് ഇവരുടെ പെരിനാറ്റൽ സൈക്കോസിസ് എന്ന അവസ്ഥയും ഇവർക്ക് മൂന്നാമതൊരു കുഞ്ഞിനെ താങ്ങാൻ കഴിയില്ല, ഇവരുടെ മാനസികാരോഗ്യം വെച്ചിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എയിംസിൽ പോയിട്ട് തന്നെ ഗർഭചിത്രത്തിന് അയക്കുകയാണ് ചെയ്തത്. ഗർഭചിത്രത്തിന് അയച്ച് ഒരു പിന്നെ സെപ്റ്റംബർ 9-ന്, പക്ഷേ ഒക്ടോബർ 9-ന്. പക്ഷേ ഒക്ടോബർ 10-ന് എയിംസ് പരിശോധിച്ച ഡോക്ടർമാരിൽ ഒരാൾ വളരെ രഹസ്യമായിട്ട് സുപ്രീം കോടതിയിലേക്ക് മെയിൽ ചെയ്യാണ്. ഈ കുട്ടിക്ക് 889 ഗ്രാം ഫെറ്റിലുണ്ട്, അത് ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെ വന്നാൽ ഞങ്ങൾ എന്തു ചെയ്യും എന്നുള്ളത്. അപ്പോൾ അത് വീണ്ടും ആ ബെഞ്ച് പരിശോധിക്കാൻ പറയുകയാണ് സുപ്രീം കോടതി. ആ ബെഞ്ച് പരിശോധിച്ചപ്പോൾ അതിൽ ഹിമ എന്ന് പറഞ്ഞ നേരത്തെ സുഭാഷ് സൂചിപ്പിച്ച അവരൊരു വ്യത്യസ്തമായ വേർഡിക്റ്റ് ഉണ്ടാവുകയാണ്. അതായത് രണ്ടുപേർക്കും കോൺഫ്ലിക്റ്റ് വേർഡിക്റ്റ് ഉണ്ടാവുകയാണ്. ഒരു ഹിമ, രണ്ടുപേരും സ്ത്രീകളാണ്. ഹിമ പറഞ്ഞു ഒരു കുഞ്ഞിനെ കൊല്ലാൻ ഏത് നിയമമാണ് കൂട്ടുനിൽക്കുക, അല്ലെങ്കിൽ ഏത് നീതിന്യായത്തിന് പറ്റുമെന്നുള്ളൊരു വിധി പറഞ്ഞുകൊണ്ട് അവരത് അവസാനിപ്പിച്ചു. പക്ഷേ അതേസമയം വളരെ നാഗരത്ന എന്ന് പറഞ്ഞ ജഡ്ജ് അവർ വളരെ സ്ത്രീപക്ഷ നിലപാടുകൾ, ആധുനികമായ നിലപാടുകൾ, അവരുടെ മാനസികാരോഗ്യത്തിന് പ്രത്യേക പരിഗണന നൽകണം, ജീവിച്ചിരിക്കുന്ന സ്ത്രീക്കാണ് മൗലികാവകാശങ്ങളെന്നും അവരുടെ പിറക്കാനിരിക്കുന്ന കുട്ടിക്കല്ലെന്നും പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനോട് യോജിക്കില്ല എന്നുള്ള വിഭിന്ന വിധി എഴുതി. അത് പിന്നീട് ഈ പറഞ്ഞ ഐശ്വര്യ ഭാട്ടിയ എന്നുള്ള അഡീഷണൽ സോളിസിറ്റർ ജനറൽ മുഖേന സുപ്രീം കോടതിയുടെ JY ചന്ദ്രചൂഡ് എന്നുള്ള ചീഫ് ജസ്റ്റിസിൻ്റെ മുമ്പിൽ വരികയാണ്. അദ്ദേഹം പുരോഗമനമേ അല്ലാതെ, അതായത് നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് ഈ അബോർഷൻ ആക്ടുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ വിധിയിലൂടെ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ പ്രസവിച്ചേ പറ്റൂ. ഈ കുഞ്ഞിനെ എന്ത് ചെയ്യണം? എയിംസിൽ പോയി പ്രസവിക്കണം. നിങ്ങളുടെ പെരിനാറ്റൽ സൈക്കോസിസിൻ്റെ ചികിത്സ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കും. നിങ്ങളുടെ പ്രസവിക്കുന്ന കുഞ്ഞിന് സർക്കാർ ദത്ത് കൊടുക്കും. അതാണ് ആ വിധിയിൽ പറഞ്ഞത്. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ആ വിധി. അവർ പ്രസവിക്കേണ്ടി വന്നു. ആ സ്ത്രീയോട് ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതൊരു വല്ലാത്ത ദുർവിധി എന്നേ പറയാനുള്ളൂ. കാരണം ഒരാൾ ഭ്രാന്ത് പിടിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ പ്രസവിച്ചെന്ന് പറയുന്നത് ആരാണ് പറയുന്നത്? സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. അപ്പോൾ ഇനി എവിടെ നിന്ന് നീതി കിട്ടും എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ബോധവൽക്കരണവും അവിടെ നിന്ന് തുടങ്ങണമെന്ന്. അതെ, ഒരുപാട് വേണ്ടി വരും എന്നുള്ളത്. ഇതൊരു ചവിട്ടുപടി മാത്രമേ എന്നുള്ളതാണ് നമ്മൾ. ഫൗസിയ, രണ്ട് തരത്തിലുള്ള ഈ വൈയക്തികമായ അനുഭവങ്ങൾ എനിക്ക് ചോദിച്ചറിയാനുണ്ട്. അതിൽ ആദ്യത്തേത്, ഈ പരമ്പര തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പരമ്പരയുടെ ഭാഗമായി ഈ ആളുകളെയൊക്കെ കാണാൻ തീരുമാനിക്കുന്നത്. നമുക്ക് ഈ സ്റ്റോറി തന്നെ കണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ഈ സ്റ്റോറി കണ്ണു നിറയ്ക്കുന്നുണ്ട്, പല സ്റ്റോറികളും. അപ്പോൾ ഇവരെയൊക്കെ നേരിൽ കണ്ടപ്പോൾ ഉള്ള ഒരു അനുഭവം, അവരുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഒരു വാക്കുകൾ കൊണ്ടും നമുക്ക് വിവരിക്കാനാവില്ല. കാരണം എന്ന് വെച്ചാൽ ഇനി അനുഭവിക്കാനിരിക്കുന്നതും അനുഭവിച്ചതുമായ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് വ്യക്തമായ കാര്യങ്ങൾ ഓർമ്മയില്ലാത്തതുകൊണ്ട് അവരത് വല്ലാതെ അലട്ടുന്നില്ല. പക്ഷേ അവർക്ക് ഓർമ്മയിലുണ്ട്, അവരുടെ കുഞ്ഞ് അവരുടെ കൂടെയില്ല, അവരുടെ കൈകൊണ്ടാണ് അവർ കൊന്നെന്നുള്ളത്. അവരുടെ ഓർമ്മകളിൽ അവശേഷിക്കുന്നത് അവർക്ക് എന്തോ ഒരു ഹാലൂസിനേഷൻ ആൻഡ് ഡെലൂഷൻ, ആരോ ഞങ്ങളോട് ആജ്ഞാപിച്ചുകൊണ്ടിരുന്നു കുഞ്ഞിനെ കൊല്ലണം എന്ന് മാത്രമാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് പല രീതിയിൽ. നമ്മൾ നേരത്തെ സുമംഗലയുടെ കേസിൽ പറഞ്ഞ കുറഗജ എന്ന ദൈവമാണ് സുമംഗലക്ക് പറഞ്ഞതെങ്കിൽ അത് ശാരദയുടെ കേസിൽ വേറൊരു ശബ്ദമാണ് വന്നിരിക്കുന്നത്.
അത് ആരെന്നോ അറിയില്ല എന്നുള്ളതാണ് ശാരദ പറയുന്നത്. ഷാഹിനയുടെ കേസിലും സമാനമായ അനുഭവങ്ങൾ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എല്ലാ കേസുകളിലും ഇതിന് സമാനമായ ഹാലൂസിനേഷൻ ആൻഡ് ഡെലൂഷൻ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ അവർക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാതെ പോകുന്നത് ആ ഓർമ്മകൾ മുറിഞ്ഞു പോകും. സ്വാഭാവികമാണ്, അത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ളതാണ്. പക്ഷെ ആ ഓർമ്മകൾ കോർത്തെടുക്കാൻ അവർക്ക് ഒരിക്കലും പറ്റിയെന്ന് വരില്ല. പക്ഷെ അത് സയൻറ്റിഫിക്കലി അതൊരു ഫോറൻസിക് സൈക്കാട്രിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി, ഇന്ത്യയിൽ ഫോറൻസിക് സൈക്കാട്രിസ്റ്റ് ഇല്ല എന്നുള്ളത് കൂടി ലക്ഷ്മി പ്രത്യേകം ശ്രദ്ധിക്കണം. വികസിത രാജ്യങ്ങളിലൊക്കെ ഫോറൻസിക് സൈക്കാട്രി എന്നുള്ളൊരു പോസ്റ്റ് തന്നെ ഉണ്ട്. അതിൽ നമ്മൾ ഇവിടെ അത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നുള്ളൊരു പോസ്റ്റ് ഉണ്ടെങ്കിലും അത് ഇവിടെ അത്രമേൽ ഫലവത്തല്ല ഒരിക്കലും. കാരണം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ മാനസികാരോഗ്യ നിയമങ്ങളും നയങ്ങളും ഒപ്പം തന്നെ ഈ സൈക്യാട്രിയും ഒരേ സമയം അറിഞ്ഞിരിക്കുന്നവരായിരിക്കണം. എങ്കിലേ ഈ കാര്യങ്ങൾ ഇവർക്ക് ഈ പോസ്റ്റ്മോർട്ടം സൈക്കോസിൻ്റെ ഭാഗമാണോ അല്ലെങ്കിൽ പ്രീപാർട്ടം സൈക്കോസിൻ്റെ ഭാഗമായിട്ടാണോ ഇവർ കുഞ്ഞുങ്ങളെ കൊന്നത് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിലവിലുള്ള എല്ലാ കേസുകളിലും ശാസ്ത്രീയ പരിശോധനകൾ ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് നടത്തിയിട്ടില്ല 100%. ഇപ്പോൾ ഷാഹിനയുടെ കേസ് വെറുതെ വിട്ടപ്പോഴും അവിടെ സംഭവിച്ചത് എന്താണ്? ഡോക്ടർമാർ പരിശോധന നടത്തിയില്ല. കോവിഡ് കാലത്താണ് 2020 ഡിസംബർ 15 ഷാഹിന കുഞ്ഞിനെ കൊന്നത്. അന്ന് കോവിഡ് മുറ്റി നിൽക്കുന്ന സമയമാണ്. കോവിഡ് ടെസ്റ്റാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ തോറ്റുപോയി എന്നുള്ളതാണ്. വൈദ്യപരിശോധന യഥാസമയം നടത്തേണ്ടത് ആരായിരുന്നു? പോലീസായിരുന്നു. പക്ഷേ പോലീസ് അതിനകത്ത് പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ്. പിന്നീട് അത് ഷാഹിനയ്ക്ക് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഷാഹിനയ്ക്ക് എന്നല്ല, ലോകത്ത് ആർക്കും പറ്റില്ല. പക്ഷേ നമുക്ക് ഫോറൻസിക് സൈക്യാട്രി എന്നുള്ള ഒരു പ്രത്യേക പോസ്റ്റ് ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ 2015 മുതൽ ബംഗളൂരു നിംഹാൻസിൽ ആ കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഇനി പോസ്റ്റിംഗ് ആയി വരണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ 10 വർഷമൊക്കെ നീണ്ടു നിന്നേക്കാം. അതെപ്പോൾ ആകും എന്ന് പറയാൻ പറ്റില്ല. ഇതിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നില്ലെന്ന് മാത്രമല്ല, ഒരു നയങ്ങളിൽ മാനസികാരോഗ്യ നയങ്ങളിലോട് സ്വീകരിച്ച ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, ഇന്ത്യ എന്ന് തന്നെ പറയണം. ഇന്ത്യ സ്വീകരിച്ച നിലപാട് വളരെ 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 പരിതാപകരം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ജേണലുകൾ ഉൾപ്പെടെയുള്ള മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് 7-ൽ ഒരാൾക്ക് ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ട് എന്നാണ്. അപ്പോൾ 7-ൽ അതിൽ തന്നെ കൂടുതൽ സ്ത്രീകളാണ്. അതെ. സുഭാഷ്, എന്തുകൊണ്ടായിരിക്കും ഈ വിഷയത്തിന് ഇത്ര ശ്രദ്ധ കിട്ടാതെ പോയത് എന്നുള്ളതാണ് താങ്കൾക്ക് തോന്നുന്നത്? ഇവിടെ നിരവധിയായ രാഷ്ട്രീയ സംഘടനകളുണ്ട്, അവർക്കൊക്കെ വനിതാ വിങ്ങുണ്ട്, ഒരുപാട് വനിതാ സംഘടനകൾ അതല്ലാതെ തന്നെ ഉണ്ട്. ആരും എന്തുകൊണ്ടായിരിക്കാം ഈ പ്രശ്നം ഏറ്റെടുക്കാതെ പോയത് എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഇന്ത്യയിലെ ഒരു പ്രത്യേക സാഹചര്യം, നമ്മൾ ഈ മാതൃത്വത്തിന് കൽപ്പിക്കുന്ന ദിവ്യ പദവി, അതുകൊണ്ടായിരിക്കുമോ ഒരു പക്ഷേ ഈ കേസുകൾ വേണ്ട വിധത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോയത്? ലക്ഷ്മി പത്മ, സ്വാഭാവികമായും ലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ മാതൃത്വത്തിന് കൽപ്പിക്കുന്ന ഒരു വളരെ പരിപാവനമായുള്ള അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ തരത്തിലുള്ള ചില പരിഗണനകൾ, അതോടൊപ്പം തന്നെ ഒരു മാതാവ് കുഞ്ഞിനെ കൊന്നു എന്ന് പറയുന്ന സമയത്ത് പൊതുസമൂഹം പിന്നെ കാണുന്നത് അവർക്ക് തൻ്റെ കാമുകനോടൊപ്പമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധത്തിലുള്ള ഒരാളോടൊപ്പമോ പോകാൻ വേണ്ടി എന്നുള്ള രീതിയിലുള്ള ഒരു സൈക്കോളജിയാണ് സമൂഹത്തിനകത്ത് വർക്ക് ചെയ്യുന്നത്. അവരിത് കൊല്ലുന്നത് അവരുടെ ഈ തരത്തിലുള്ള സൈക്കോളജിക്കൽ ഡിസോർഡറിന്റെ ഭാഗമാണ് എന്ന് കരുതുന്നതിനപ്പുറം അവരുടെ ബന്ധുക്കളായാലും സമൂഹമായാലും ആദ്യം കാണുന്നത് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മറ്റു ബന്ധങ്ങളോ അതല്ലെങ്കിൽ ആരോടെങ്കിലും ഒപ്പം പോകാൻ വേണ്ടി തൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോകാൻ വേണ്ടി, അപ്പോൾ ഇത് കുഞ്ഞൊരു ബാധ്യതയായി മാറും എന്നുള്ള തരത്തിൽ ഉള്ള കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളെല്ലാം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളെല്ലാം ഇവർ കാണുന്നത്. അങ്ങനെ ആ ഒരു പൊതുബോധ നിലവാരത്തിലേക്ക് നമ്മുടെ സമൂഹം വരുന്നു, രാഷ്ട്രീയ നേതൃത്വം വരുന്നു, നമ്മുടെ നിയമ സംവിധാനങ്ങൾ, പോലീസ് ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ വരുന്നു. ഈ അന്വേഷണം നടക്കുന്ന സമയത്തെല്ലാം ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ, ഒരു വീക്ഷണകോണിലൂടെയാണ് ഈ അന്വേഷണമെല്ലാം മുന്നോട്ട് പോകുന്നത്. ഈ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഷീല എന്നുള്ള ഒരു സ്ത്രീയുടെയാണെന്ന് തോന്നുന്നു, ആ പേര് ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല, തൃശ്ശൂരിലെ ഫൗസിയ ചെയ്ത പീച്ചിയിലെ ആ ഒരു സ്ത്രീയുടെ ആ കേസിനകത്ത് അവരുടെ ഭർത്താവ് അവർ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് ഭർത്താവ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റവിമുക്തനാക്കപ്പെടുന്നത് ആ ജഡ്ജിന്റെ ഒരു സെൻസിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ സെൻസിറ്റൈസ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകുന്ന സമയത്ത്, ഇതിനെക്കുറിച്ച് ധാരണയുള്ള ആളുകൾ ഉണ്ടാകുന്ന സമയത്ത് അവിടെ നീതി നടപ്പാക്കപ്പെടുകയും അത് ഇല്ലാത്ത ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇന്ത്യയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഇതിനെക്കുറിച്ച് ബോധ്യമില്ലാത്ത ഒരു സമീപനത്തിലേക്ക് വരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു പൊതുബോധത്തിലേക്ക് നമ്മളെ സമൂഹത്തെ നയിക്കേണ്ടത് അല്ലെങ്കിൽ മാറ്റിയെടുക്കേണ്ടത് ഇത്തരത്തിൽ ഈ വലിയ പൊസിഷനുകളിലിരിക്കുന്ന ചീഫ് ജസ്റ്റിസിനെ പോലെയുള്ള, പ്രധാനമന്ത്രിയെ പോലെയിരിക്കുന്ന മന്ത്രിമാരെ പോലെയുള്ള നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള വിവിധ യുവജന സംഘടനകളെയും സ്ത്രീ സംഘടനകളുടെ
സ്ത്രീകളുടെയൊക്കെ നേതൃത്വത്തിലുള്ളവരാണ്. പക്ഷേ അവിടെ നമുക്ക് ഒരു ശൈലജ ടീച്ചറെയോ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള നേരത്തെ സൂചിപ്പിച്ച ആ ഒരു ജഡ്ജിനെ പോലെയുള്ള വളരെ അപൂർവമായ ആളുകളെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ഈ സമൂഹത്തിന്റെ സൈക്കോളജിക്ക് അനുസൃതമായി നിൽക്കുകയും അതിനനുസൃതമായി ചിന്തിക്കുകയും രൂപപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ദൗർഭാഗ്യം. ആ ഒരു സമൂഹത്തിന്റെ സൈക്കോളജിയിലേക്കാണ് നിങ്ങളുടെ ഈ സ്റ്റോറി, നിങ്ങളുടെ ഈ പരമ്പര ഹിറ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായും കുറേ ആളുകളെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടാൻ, അത് ആ ഒരു വീക്ഷണകോണിലൂടെ കാണാൻ വേണ്ടി ഈ പരമ്പര കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് സുഭാഷ് വലിയ തോതിൽ ബോധവൽക്കരണം ആവശ്യമാണ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ മാധ്യമങ്ങളും അവരും ഒട്ടും പിന്നിലല്ല. ഈ വിഷയങ്ങൾ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടേയില്ല. നമ്മൾ തന്നെ ഇത്രയും കാലം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുന്നത് തന്നെ. ഇപ്പോൾ ഒരു വാർത്ത വന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ തരത്തിലൊക്കെ ഒരു കുട്ടിയെ ബക്കറ്റിൽ മുഖ്യ കൊന്നു എന്നൊക്കെ ഉള്ള വാർത്ത വന്നാൽ ഇവളും അമ്മയോ എന്ന മട്ടിൽ തന്നെയാണ് നമ്മൾ ഇതുവരെയും ചർച്ച ചെയ്തിരുന്നത്. മാധ്യമപ്രവർത്തനത്തിൻ്റെ 15 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ ഞാനും ഫൗസിയും ഒക്കെ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ആരും തന്നെ പിന്നിലല്ല. അതുകൊണ്ടാണ് വലിയ തരത്തിലുള്ള ബോധവൽക്കരണങ്ങൾ ആവശ്യമായി വരുന്നത് എന്ന് തോന്നുന്നു. അത് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ് താങ്കൾക്ക് തോന്നുന്നത്? ഇത് ഒരു ചെറിയ ബോധവൽക്കരണം കൊണ്ട് ഇതിൽ എന്തെങ്കിലും ഫലമുണ്ടാകും എന്ന് തോന്നുന്നില്ല. വലിയ തരത്തിലുള്ള മാസീവായിട്ടുള്ള ക്യാമ്പയിൻസ് ഉണ്ടാവണം എന്നാണ് തോന്നുന്നത്. ലക്ഷ്മി, സ്വാഭാവികമായി നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെയൊക്കെ വീടുകളിലകത്തുള്ള സ്ത്രീകൾക്ക്, ഇപ്പോൾ പ്രധാനമായും സ്ത്രീകൾ മാത്രമല്ല ഇത്തരത്തിലുള്ള സൈക്കോളജിക്കൽ ഡിസോർഡറിന്റെ ഭാഗമാകുന്നത്, പുരുഷന്മാരുൾപ്പെടെയുള്ള ഒരു കേരളത്തിനകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും പലതരത്തിലുള്ള പ്രായത്തിൻ്റെയും മറ്റു തരത്തിലുള്ള ഇതൊക്കെ വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൈക്കോളജിക്കൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഞാൻ കണ്ട എൻ്റെ കുടുംബത്തിനകത്തായാലും എൻ്റെ സുഹൃത്തുക്കളുടെയും എൻ്റെ അല്ലെങ്കിൽ സഹപ്രവർത്തകരുടെയൊക്കെ കുടുംബത്തിനകത്തായി കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള നമ്മുടെ അമ്മമാർ ായാലും നമ്മുടെ ഭാര്യമാർക്കായാലും സഹോദരിമാർക്കായാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയും അതിനാവശ്യമായിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണുകയും അതിനാവശ്യമായിട്ടുള്ള ഒരു ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുവരികയും അവരെ ഈ റിസോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ബഹളങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് ഭാര്യമാരുടെ പൊതുവായിട്ടുള്ള ഒരു സമീപനത്തിന്റെ ഭാഗമാണ്, അതല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു പൊതുവായി ഇത്തരത്തിലുള്ള ഒരു സമീപനത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്ന സമയത്ത് തന്നെ അവരുടെ ശാരീരികമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ, ഈ ഹോർമോണൽ ചേഞ്ചസ് ഉൾപ്പെടെയുള്ള അവരുടെ ഈ പറയുന്ന ജീവിതക്രമത്തിനകത്ത് വരുന്ന മാറ്റങ്ങൾ, അതോടൊപ്പം തന്നെ ഈ പുതിയ കാലഘട്ടത്തിനകത്ത് ചര്യയുടെ ഭാഗമായി വരുന്ന മാറ്റങ്ങൾ, ഇത്തരത്തിലുള്ള മാറ്റങ്ങളെ നമ്മുടെ കുടുംബത്തിനകത്ത് നിന്ന് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് സാധിക്കണം. നമ്മളോടൊപ്പം ജീവിക്കുന്ന നമ്മുടെ ഭാര്യയ്ക്ക് വരുന്ന മാറ്റങ്ങൾ, നമ്മുടെ സഹോദരിക്കും അമ്മയ്ക്കും വരുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി, അതിനെ അഡ്രസ്സ് ചെയ്ത് അവരെ ഈ പ്രശ്നത്തിൽ നിന്ന് വിമുക്തി നേടിക്കൊണ്ട് കൊണ്ടുവരുന്നതിന് പകരം ഈ പ്രശ്നങ്ങളുമായി കലഹിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യാതെ പോകാൻ വേണ്ടിയാണ് നമ്മുടെ സമൂഹം തയ്യാറാകുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇപ്പോൾ നിങ്ങളുടെ പ്രൈം ടൈമിന്റെ വലിയൊരു സമയമാണ്. കേരളത്തിനകത്തെ മറ്റു മാധ്യമങ്ങളെല്ലാം അവരുടെ ഒരു പ്രൈം ടൈം മറ്റ് രാഷ്ട്രീയ ചർച്ചകൾക്കോ വിവാദങ്ങൾക്കോ വേണ്ടി ചെലവഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു വലിയ സമയം നിങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് സ്വാഭാവികമായും ഇത് കേരളത്തിനകത്തെ വിവിധ സമൂഹങ്ങൾക്കകത്ത് ഞാൻ സൂചിപ്പിച്ചതുപോലെ അത് വലിയൊരു ചർച്ചകൾക്ക് വഴിമരുന്നിടുന്ന ഒരു ചർച്ചകൾക്ക് ഇപ്പോൾ തുടക്കമായിട്ടുണ്ട്. അത് നിയമ മേഖലകൾക്കകത്തായാലും പോലീസിനകത്തായാലും ജഡ്ജസ് ഉൾപ്പെടെയുള്ള ആളുകളായാലും അതോടൊപ്പം തന്നെ അഭിഭാഷകർ ഉൾപ്പെടെയുള്ള ആളുകളായാലും മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ. ഞാൻ വരുന്ന സമയത്ത് മറ്റൊരു മാധ്യമ പ്രവർത്തകനോട് ഈ പരമ്പരയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അവരെല്ലാം ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ പലപ്പോഴും ഈ ചാനലിന്റെ കിടമത്സരത്തിനകത്ത് ഇത്തരം വാർത്തകൾക്ക് സമയം കണ്ടെത്താൻ സാധിക്കാതെ പോകുകയും അങ്ങനെയുള്ള ഒരു കിടമത്സരത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നിങ്ങൾ ഇത്തരം ഒരു ഈ പരമ്പര തുടങ്ങാൻ വേണ്ടി കാണിച്ച ഈ ഒരു ധൈര്യം തന്നെയാണ് ഞാൻ ആദ്യം അഭിനന്ദിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളെല്ലാവരും കൂട്ടായി ചേർന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിനകത്തുള്ള, നമ്മുടെ വീടുകൾക്കകത്തുള്ള, നമ്മുടെ ജോലി സ്ഥലങ്ങളിലുള്ള സ്ത്രീകളെയും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സൈക്കോളജിക്കൽ ഡിസോർഡർ നേരിടുന്ന ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് നേരത്തെ ഫൗസിയ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ആവശ്യമായുള്ള കൂടുതൽ സൈക്കോളജിസ്റ്റുകൾ ആവശ്യമുണ്ട്, ഫോറൻസിക് സൈക്കോളജിസ്റ്റുകൾ ആവശ്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ നിയമ സംവിധാനത്തിനകത്ത് മാറ്റങ്ങൾ വരുത്തണം. ഈ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുകയും അവർക്ക് ആവശ്യമായ ഈ സഹായം നൽകുന്നതോടൊപ്പം തന്നെ അവർക്ക് ഇതിൽ നിന്നും വിമുക്തി നേടി പുറത്തു വരുന്നതിന് ആവശ്യമായ സഹായം നേടുന്നതോടൊപ്പം തന്നെ അവർ ഒരു കൊലപാതകം അറിഞ്ഞുകൊണ്ട് ഒരു കൊലപാതകം നടത്തും. ഒരു മാതാവും അറിഞ്ഞുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഇത്തരത്തിൽ ഒരു കൊലയ്ക്ക് കൊല്ലുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല.
അപ്പോൾ ഇത് അവർ സ്വാഭാവികമായും അവരുടെ മാനസികമായിട്ടുള്ള ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളാണ് അവരെ അതിലേക്ക് നയിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ ഒരു കൊലപാതകി എന്നുള്ളതിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായിട്ട് നമ്മൾ സ്വാഭാവികമായും ഒരു ഈ ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് നമ്മുടെ നിയമ സംവിധാനത്തിൽ ലഭിക്കുന്ന ചില പിന്നെ എക്സംഷൻസ് ഉണ്ട്. അത്തരത്തിലുള്ള ഒരു എക്സംഷൻസും ഇവർക്ക് ആർക്കും ലഭിക്കുന്നില്ല. കാരണം ഇവരെ അങ്ങനെ കണക്കാക്കുകയോ ഇവർ ആ ഒരു സംവിധാനത്തിലൂടെ അത്തരത്തിലുള്ള അന്വേഷണത്തിലൂടെ നമ്മുടെ ഈ ഇരകൾ കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ അവസ്ഥ. അപ്പോൾ നമ്മുടെ പോലീസിന് ഇതിനകത്ത് വലിയ റോളുണ്ട്, നമ്മുടെ ജുഡീഷ്യറിക്ക് ഇതിനകത്ത് വലിയ റോളുണ്ട്, പിന്നെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക്, പാർലമെന്റേറിയൻസിന്, നിയമ സംവിധാനങ്ങൾക്കെല്ലാം വലിയ റോളുണ്ട്. പിന്നെ മാധ്യമ പ്രവർത്തകർക്ക് സ്വാഭാവികമായി ഇത് നമ്മുടെ സമൂഹത്തിനകത്ത് ചർച്ചയാക്കുന്നതിനകത്ത് മാധ്യമ പ്രവർത്തകർ വലിയ റോളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിനകത്ത് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു എക്സംഷനും ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, സ്വന്തം കുഞ്ഞിനെ കുന്നവൾ എന്ന് പറയുന്ന വലിയ അധികമായ ഒരു ഭാരം കൂടി അവരുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുകയും അതുകൊണ്ട് തന്നെ നീതി നിഷേധത്തിൻ്റെ അങ്ങേ അറ്റമാണ് ഓരോ സ്ത്രീകളും അതിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്ന് പറയേണ്ടി വരും. ഈ ഒരു പരമ്പര വന്നതിന് ശേഷം പലരും ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇതിനെയൊക്കെ കുറിച്ച് അറിയുന്നത് എന്ന് തോന്നുന്നു. നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ് സമൂഹത്തിൻ്റെ ഒരു തലത്തിലുള്ളവരൊക്കെ ഇത് ചർച്ച ചെയ്യുമ്പോൾ പോലും സാധാരണക്കാരായ ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു ഇത് ആദ്യമായി അറിയുന്ന ആളുകളുണ്ടാവും. അങ്ങനെ പലരും ഫൗസിയെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ ഏറ്റവും ഒരുപാട് കോളുകൾ എനിക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ മറ്റു ചാനലുകളിൽ നിന്നുള്ള പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ വിളിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു പെൺകുട്ടി എന്നോട് വിളിച്ച് പറഞ്ഞത് ആദ്യത്തെ സ്റ്റോറി എയർ ചെയ്ത് വരുമ്പോൾ ആ കുട്ടി അന്ന് തന്നെ രാത്രി 11 മണി മുതൽ രാത്രി 1 മണി വരെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഞാൻ നിങ്ങളുടെ കണക്കിൽ ആദ്യം എയർ ചെയ്ത് ഇറങ്ങിയപ്പോൾ തന്നെ എന്നെ വിളിച്ചു. ഞാൻ നിങ്ങളുടെ കണക്കിൽ ഒരാളെ ആകേണ്ടതായിരുന്നു, ഞാൻ നിങ്ങളെ ഒന്ന് വിളിച്ചോട്ടെ രാത്രി ഫ്രീ ആകുമ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ രാത്രി വിളിച്ചിട്ട് ഈ കഥ പറയാം, കുഞ്ഞിനെ കൊല്ലാൻ പോയതും. പക്ഷേ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട്, അവർ ആ കണക്കിൽ പെടേണ്ടതായിരുന്നു യഥാർത്ഥത്തിൽ എന്നുള്ളത്. അതൊക്കെ വലിയ ദുരനുഭവങ്ങളിലൂടെ അവർ കടന്നുപോയി എന്നുള്ളതാണ്. പിന്നീട് ഈ പറഞ്ഞ പോലെ 36 വർഷങ്ങൾക്ക് ശേഷം ഒരു മകളോടുത്ത് ഇവർ പറയുകയാണ്, അമ്മയും മകളും കൂടെ എവിടെയൊക്കെ പോകാൻ വേണ്ടി സാരിയൊക്കെ കൊടുത്ത് റെഡി ആയിട്ട് ഇങ്ങനെ ചടപടാന്ന് പറഞ്ഞ് ഒരുങ്ങാൻ ഇറങ്ങുമ്പോഴാണ് ഈ വാർത്തകൾ ഇങ്ങനെ വരുന്നത്. രണ്ടാമത്തെ വാർത്ത പോകുമ്പോഴാണ് ആ ഒരു ആശുപത്രിയിൽ നമ്മൾ ആ അനീസയെ റൂമിൽ പോയി തട്ടി വിളിക്കുന്ന വിഷ്വൽ കണ്ടപ്പോൾ അവരവിടെ ഇരുന്ന് അത് കണ്ട്. അപ്പോൾ അവർ 36 കൊല്ലങ്ങൾക്ക് ശേഷം അത് തിരിച്ചറിഞ്ഞു, ഞാൻ എന്തിനായിരുന്നു അന്ന് മകളെ കൊല്ലാൻ ശ്രമിച്ചത് എന്നുള്ളത്. അപ്പോൾ ഒരിടക്ക് കഴിഞ്ഞ വർഷത്തിൽ അവർ ആശുപത്രിയിലായ സമയത്ത് മകളോട് പറഞ്ഞിരുന്നു പോലും, ഞാനിങ്ങനെ നിന്നെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു, സോറി എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ആ മകൾക്ക് അതോടുകൂടി നീരസം ഉണ്ടാവുകയാണ്. ഞാൻ ഇത്രമേൽ അമ്മയെ സ്നേഹിച്ചിട്ടും അമ്മ എന്നെ കൊല്ലാൻ നോക്കിയ ഒരു അമ്മയല്ലേ എന്നുള്ളത്, ആ ഭാരം കൂടെ മകൾ മനസ്സിലിട്ടു എന്നുള്ളതാണ്. ഒരു കണക്കിൽ എനിക്ക് നിങ്ങളോട് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട്. ആ അസുഖം എന്തുകൊണ്ടാണ് അങ്ങനെ, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ, എൻ്റെ മോളെ എനിക്ക് എന്തുകൊണ്ടാണ് അന്ന് കൊല്ലാൻ തോന്നിയത് എന്നുള്ളതിൻ്റെ കാരണം ഈ 36 വർഷങ്ങൾക്ക് ശേഷം എനിക്കറിയാൻ കഴിഞ്ഞത് നിങ്ങളിലൂടെയാണ്. നിങ്ങളെ ഞാൻ എന്നും ഓർത്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ സന്തോഷം. അവർക്ക് പലപ്പോഴും ഇങ്ങനെ വാക്കുകൾ കിട്ടില്ലായിരുന്നു, കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഇപ്പോൾ 56 വയസ്സുണ്ടെന്നാണ് പറഞ്ഞത് എന്നോട്. അപ്പോൾ അതുപോലുള്ള കുറേ അനുഭവങ്ങളിലൂടെ ആളുകൾ നമ്മളെ പേഴ്സണലായിട്ട് വിളിക്കുന്നു എന്നുള്ളതാണ്. പോലീസിൽ നിന്ന് വിളിക്കുന്നു, നീതിന്യായ സംവിധാനങ്ങളിൽ നിന്നുള്ള വിളിക്കുന്നു. ഈ സ്ത്രീകൾക്ക് വേണ്ട വിധത്തിലുള്ള പരിഗണന കിട്ടാനുള്ളതെല്ലാം ഭാവിയിൽ ഉറപ്പാക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും നിർഭാഗ്യകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ആരോഗ്യവകുപ്പ്, ശൈലജ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് നേരിട്ട് ഇടപെടേണ്ട ഒട്ടേറെ വിഷയങ്ങളുണ്ട്. ഇതൊരു ബോധവൽക്കരണം കൊണ്ട് മാത്രം തീരുന്ന വിഷയമല്ല. ഇതിൽ ശാസ്ത്രീയമായ ചികിത്സ ഉറപ്പുവരുത്തേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. ഉറപ്പായും ഇത് അത് അധിക പ്രസംഗമാകുമോ എന്നറിയില്ല. ഞാൻ ഇതിനൊക്കെ വിശേഷിപ്പിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്ന് വിശേഷിപ്പിച്ചാലും അധികമാകില്ല എന്നാണ് തോന്നുന്നത്. കാരണം സർക്കാർ തക്ക സമയത്ത് ചികിത്സ കൊടുക്കാത്തതിൻ്റെ ഭാഗമായിട്ട് കൊണ്ട് തന്നെയാണ് ആ സ്ത്രീകളെല്ലാം കുഞ്ഞുങ്ങളെ കൊന്നതും ജയിലിലായതും. അപ്പോൾ ചികിത്സ കൊടുക്കാതിരിക്കാൻ സർക്കാർ ശ്രദ്ധിച്ചു. പക്ഷേ ചികിത്സ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിച്ച സർക്കാർ കൊന്ന സമയത്ത് എന്ത് ചെയ്തു? അവരെ ജയിലിലിടാൻ പ്രത്യേകം ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. വലിയ അനീതികളാണ്. ഈ അനീതികൾ എന്ന് പരിഹരിക്കും? ഈ കേസുകളൊന്നും അമേരിക്ക പോലുള്ള രാജ്യങ്ങളെ പോലെ നമുക്ക് പുനർവിചിന്തനം ചെയ്യാനോ തിരിച്ച് വിളിച്ച് അത് ഒന്നും കൂടെ പരിശോധിക്കാനോ ഈ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഈ രാഷ്ട്രം തയ്യാറാകുമോ എന്നുള്ള ചോദ്യം കൂടെ അവശേഷിക്കുന്നുണ്ട്. കാരണം ഒരുപാട് പേര് ഇപ്പോൾ ഈ 10 വർഷത്തിനിടെ 36 അമ്മമാർ ജയിലിലായി കേരളത്തിൽ. ആ 36 അമ്മമാർക്കും തന്നെ 9 കുഞ്ഞുങ്ങൾ, അതായത് ഇവരെ കുടുംബത്തിൽ നിന്ന്, സ്വന്തം കുടുംബത്തിൽ നിന്നും ഭർത്തൃ കുടുംബത്തിൽ നിന്നും ഒഴിവാക്കിയതിൻ്റെ ഭാഗമായി 9 കുഞ്ഞുങ്ങൾ അനാഥരായപ്പോൾ ഇവരുടെ കൂടെ പോയി ജയിലിൽ ജീവിച്ചു. ലക്ഷ്മി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞിനെ കൊന്ന അമ്മയോടുള്ള ആ സ്വീകരണം എന്തായാലും ജയിലകങ്ങളിൽ ഇവർക്ക് കിട്ടും. ഒരു സംശയം വേണ്ട. സ്ത്രീ തടവുകാരിൽ നിന്ന് എന്തായാലും കിട്ടിയിട്ടുമുണ്ട്. അതൊക്കെ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് പലരും. അപ്പോൾ
ആ കുട്ടികളെയും അങ്ങനെ തന്നെ പരിഗണിക്കുള്ളൂ. ആ കുട്ടികളുടെ മാനസികാരോഗ്യം, കുട്ടികളുടെ വളർച്ച, കുട്ടികളുടെ ബുദ്ധി, കുട്ടികൾക്ക് മറ്റു സമൂഹവുമായിട്ട് ഇടപെടാനുള്ള കഴിവ്, സൗഹൃദ ബന്ധങ്ങൾ രൂപീകരിക്കാൻ കഴിയാതെ പോകുന്നത്, എന്തുമാത്രം കുട്ടികളെയാണ് അനാഥത്വത്തിലേക്ക് തള്ളിവിട്ടെന്നറിയുമോ അമ്മമാർക്ക് ഈ അസുഖം ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാതെ പോയത്. അപ്പോൾ ഒരു സ്ത്രീയുടെയൊക്കെ ജീവിതം 21 വയസ്സിൽ, ഇപ്പോൾ നേരത്തെ നമ്മൾ പൊന്നാനിയിൽ അവളുടെ സ്റ്റോറി ചെയ്ത സമയത്ത് അവൾ 21 വയസ്സിൽ 3ാമത്തെ പ്രസവം ഗർഭിണിയായിട്ട് അവൾ ജയിലിലെത്തുകയാണ്. അപ്പോൾ അവളുടെ ജീവിതം 21 വയസ്സിൽ അവസാനിപ്പിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ചെറിയ പ്രായമാണത്. ഡോക്ടർ അനുപമ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. തത്സമയം ഉണ്ടെന്ന് തോന്നുന്നു അനുപമ. ഡോക്ടർ അനുപമ, ഈ ഗർഭാനന്തര വിഷാദ രോഗങ്ങൾ, പെരിനാറ്റൽ സൈക്കോസിസ്, കേരളത്തിലെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അത് എത്രത്തോളം വലുതാണ്, എത്രത്തോളം ഭീകരമായ ആ അവസ്ഥ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നാണ് താങ്കൾക്ക് മനസ്സിലാകുന്നത്, താങ്കളുടെ കേസുകൾ തന്നെ പരിശോധിക്കുമ്പോൾ? തീർച്ചയായിട്ടും. നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മുൻകാലങ്ങളെക്കാൾ കൂടുതൽ ഈ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്ന ഇനത്തിൽപ്പെട്ട ഈ പ്രസവാനന്തരമുള്ള മാനസിക പ്രശ്നങ്ങൾ ഇന്നത്തെ ചെറുപ്പക്കാരിൽ കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചെറിയ രീതിയിൽ തൊട്ട് വലിയ രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ട്. ഇതിന്റെ ആ ഒരു തോതെന്ന് പറയും അത് കുറച്ച് കൂടുതലായി ഇന്നത്തെ സമൂഹത്തിൽ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇപ്പോഴത്തെ കുട്ടികളുടെ ഇടയിലെ ജീവിത രീതിയുടെയും ചിന്താഗതികളുടെയും ഒക്കെ മാറ്റങ്ങൾ കൊണ്ടായിരിക്കാം. പക്ഷെ കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അത് അപകടകരമായ പ്രവണതകളിലേക്ക് പോകുന്നതും കാണുന്നുണ്ട്. അതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. തടയാൻ നമുക്ക് എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കേണ്ടി വരും? എങ്ങനെ ഇതിനൊരു പരിഹാരം കണ്ടെത്താം എന്നാണ് തോന്നുന്നത്? ആരോഗ്യ മേഖലയിലുള്ളവരുടെ ശ്രദ്ധയാണ് ആദ്യം തന്നെ വേണ്ടത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇത് പലപ്പോഴും കണ്ടുപിടിക്കാതെ പോകുന്നതാണ് പ്രശ്നം. ചിലപ്പം പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ ആ സ്ത്രീയെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയുകയില്ല. ഇത് നാച്ചുറലി എല്ലാവർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ചിലർക്ക് അതൊരു മാനസിക വിഭ്രാന്തിയിലേക്ക് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരൊരു മാനസിക രോഗിയോ ഭ്രാന്തിയോ ഒന്നും ആവുന്നില്ല. അവർ താൽക്കാലിക മാനസിക വിഭ്രാന്തി മാത്രമേ ഉള്ളൂ. ഇത് ചിലപ്പം 2 ആഴ്ച നിൽക്കുകയുള്ളൂ. ചില സാഹചര്യങ്ങളിൽ ചിലപ്പം വലിയൊരു മാനസിക പ്രശ്നമാണെങ്കിൽ പോലും 1 വർഷത്തെ കൂടുതലൊന്നും ലാസ്റ്റ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ 3 വർഷം അത്രയേ ഉള്ളൂ. പക്ഷെ കൃത്യമായ ഒരു ചികിത്സ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രാധാന്യം. മനസ്സിലാക്കി കൃത്യമായ ഒരു ചികിത്സ, മാനസിക രോഗ ചികിത്സ തന്നെ, അതിനുള്ള മരുന്നുകളും ഒക്കെ വളരെ പ്രയോജനപ്രദമായ മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്. അവ നൽകിയാൽ പൂർണ്ണമായിട്ടും സുഖം പ്രാപിക്കാൻ കഴിയുന്നുള്ളതാണ്. വളരെ ചുരുങ്ങിയ ഒരു 0.001% ആളുകളിൽ മാത്രമേ ഉള്ളൂ ലോങ് ടേം മെഡിസിൻസിന്റെ ആവശ്യം വരുന്നത്. അപ്പൊ ഇത് പലപ്പോഴും ഹോസ്പിറ്റലിനകത്ത് വെച്ചായിരിക്കണം എന്നില്ല ഇവർക്ക് ഈ മാനസിക പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. പലപ്പോഴും ഹോസ്പിറ്റലിൽ നിന്ന് രോഗിയെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് വീട്ടിലെത്തി കഴിയുമ്പോഴായിരിക്കും ഇത് ചിലപ്പം തുടങ്ങാനും വീട്ടിലുള്ള ആളുകൾ ഇത് മനസ്സിലാക്കാതെ പോകുവാനും ഭയങ്കരമായ കോംപ്ലിക്കേഷൻസിലേക്ക് എത്തിച്ചേരാനൊക്കെ സാഹചര്യം വരുന്നത് അതുകൊണ്ടാണ്. കാരണം ഈ ഒരു പ്രസവം കഴിഞ്ഞുള്ള സമയത്ത് ഉള്ള ഹോർമോൺ വ്യത്യാസങ്ങളും അപ്പോൾ പെട്ടെന്ന് ജീവിതത്തിൽ വന്ന മാറ്റങ്ങളും അതേപോലെ തന്നെ അവരുടെ ഉറക്കമില്ലായ്മയും എല്ലാമാണ് ഇതിന് ആക്കം കൂട്ടുന്നത്. ഈ പ്രത്യേക സ്ക്രീനിങ് ആവശ്യം ഉണ്ടായിരിക്കും അല്ലേ? കാരണം ഈ രോഗി വന്നു പോകുന്നു, ആ ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾ വരുന്നു, അവരുടെ പ്രസവം കഴിഞ്ഞു പോകുന്നു എന്നതിനപ്പുറം അവരുടെ ഈ അവസ്ഥകൾ ഒന്ന് പിന്തുടരേണ്ടത് കൂടി ആവശ്യമാണ് എന്ന് തോന്നുന്നു. പലപ്പോഴും പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ പിന്നും ഡോക്ടറുടെയൊക്കെ കേസിൽ പിന്നും അത് നടക്കുമായിരിക്കും. പക്ഷേ സർക്കാർ സംവിധാനങ്ങളിൽ ഇതൊട്ടും പ്രായോഗികമായി നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നമെന്ന് തോന്നുന്നു. ബഹുഭൂരിപക്ഷം സാധാരണക്കാരും ആശ്രയിക്കുന്നത് സർക്കാർ ആശുപത്രികളെയൊക്കെയാണ്. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഇതിനകത്തൊരു പ്രതിവിധി എന്നുള്ള രീതി ചെയ്യാൻ കഴിയുന്നത്, നമ്മളിപ്പോ ഒരു ആന്റിനേറ്റൽ ഒരു പേഷ്യന്റിനെ കാണുമ്പോൾ, ഗർഭിണിയെ കാണുമ്പോൾ തന്നെ അവരുടെ, കാരണം പലപ്പോഴും എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ കാണിച്ചിട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ ഏതെങ്കിലും മാനസിക രോഗങ്ങൾക്കോ ഒക്കെ താൽക്കാലികമായിട്ടെങ്കിലും ചികിത്സ എടുത്തിട്ടുള്ളവർ, വീട്ടിൽ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളോ അതുപോലുള്ള സ്ട്രെസ്സോ കാര്യങ്ങളോ ഒക്കെ ഉള്ള ആളുകൾക്കാണ് ഇത് കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ളത്. പിന്നെ തീരെ ചെറുപ്പമായിട്ടുള്ള കുട്ടികൾ, അങ്ങനെയൊക്കെ. അപ്പൊ അത്തരക്കാരെ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് അവർക്കൊരു എക്സ്ട്രാ ഒരു അറ്റൻഷൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും ഗർഭകാലത്ത് തന്നെ. പിന്നെ ആന്റിനേറ്റൽ കൗൺസിലിംഗ്, ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോഴും പ്രസവത്തെക്കുറിച്ചും സിസേറിയൻ ശസ്ത്രക്രിയ അല്ല പ്രസവാനന്തരമുള്ള കാര്യങ്ങൾ, കുഞ്ഞിനെ നോക്കുക, മുലയൂട്ടൽ, ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് ആവലാതികളുണ്ട് അവർക്ക്. അപ്പൊ ഇതെല്ലാം ഒന്ന് അഡ്രസ്സ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഗർഭകാലത്ത് തന്നെ അവർക്ക് ഇതെല്ലാം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് അതിനെക്കുറിച്ചുള്ള അവരുടെ വ്യാകുലതകളൊക്കെ ഒന്ന് മാറ്റുന്നത്, ആന്റിനേറ്റൽ ഒരു കൗൺസിലിംഗ് നല്ലതായിരിക്കും. അതുപോലെ തന്നെയാണ് പ്രസവം കഴിഞ്ഞും. ഇന്നത്തെ കാലത്ത് പലപ്പോഴും പഴയ കാലത്തെ ഈ അമ്മമാരെന്ന് വെച്ചാൽ അവർക്ക് നന്നായി കുഞ്ഞുങ്ങളെ നോക്കാൻ അറിയാമായിരുന്നു.
ഇപ്പൊ പലപ്പോഴും അണുകുടുംബങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഈ കുഞ്ഞിനെ നോക്കാനോ അതിനൊരു പ്രോപ്പർ അറ്റൻഷൻ കിട്ടാനോ ഒന്നും പലപ്പോഴും ആരെയും അവർക്കൊരു സഹായം, പ്രോപ്പർ സഹായം പലപ്പോഴും ദമ്പതികൾക്ക് കിട്ടുന്നില്ല. അപ്പൊ അവിടെയൊക്കെ എന്തെങ്കിലും ഒരു അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ ഒരു പരിധി വരെ അവർക്ക് ആ ഒരു സമയത്തുള്ള അവരുടെ പ്രശ്നങ്ങൾക്ക് അവർക്ക് പരിഹാരം കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ഗർഭിണികൾക്ക് നല്ല ആഹാരം കൊടുക്കുക, അവർക്ക് ഉറങ്ങാനുള്ള ഒരു അവസരം കൊടുക്കുക, അവർക്ക് മറ്റ് മാനസിക പ്രശ്നങ്ങൾ, ഇപ്പൊ പാലില്ലാത്ത സ്ത്രീകളോ അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുള്ളവരോ ഒക്കെ ആണെങ്കിൽ അവരെ അത് പറഞ്ഞ് കൂടുള്ള ആളുകളും വ്യാകുലപ്പെടുത്താതിരിക്കുക. ആ സമയത്തും അവർക്ക് ഡെയിലി ഒരു എന്തെങ്കിലും അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നുണ്ടോ എന്നുള്ളത് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും ഡെയിലി ഒരു അറ്റൻഷൻ കൊടുക്കുക. അതൊക്കെയാണ് ഒരു ആരോഗ്യ മേഖലയിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ബാക്കി കുടുംബാംഗങ്ങൾക്കും കൂടെ എനിക്ക് തോന്നി കൗൺസിലിംഗിൽ ഒരു പാർട്ടാക്കി കഴിഞ്ഞാൽ അവരും ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ എന്തൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ എന്ന് അവരെ കുറിച്ച് ഒന്ന് അവർക്കും ഒരു കൗൺസിലിംഗ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഏത് സമയത്താണ് ശ്രദ്ധിക്കേണ്ടത്, എന്താണ് ഒരു ഡോക്ടറുടെ, എപ്പോഴാണ് ഒരു ഡോക്ടറെ കൊണ്ടേ കാണിക്കേണ്ടത്, എപ്പോഴാണ് ഒരു ചികിത്സ അവർക്ക് ആവശ്യം എന്നുള്ളത് കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് ഹസ്ബൻഡ്, അമ്മ, അങ്ങനെയൊക്കെയുള്ള കുടുംബാംഗങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. തീർച്ചയായും ഇത്തരത്തിൽ തുടക്കത്തിൽ തന്നെ അല്ലേ കാര്യങ്ങൾ തിരിച്ചറിയുക എന്നുള്ള, അവനവൻ തന്നെ തിരിച്ചറിയുക എന്നുള്ളതും കൂടി ഉണ്ട്. ഈ അതൊരു നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒരു വരാനുള്ള ഒരു സാധ്യത എവിടെയുണ്ട് എന്നുള്ളത് അല്ലേ? ഇത് ഇങ്ങനെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പനി പോലെ അല്ലെങ്കിൽ ജലദോഷം പോലെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. മനസ്സിൻ്റെ താളം തെറ്റുന്നത് എവിടെയൊക്കെ വെച്ചിട്ടാണെങ്കിൽ അല്ലെങ്കിൽ എന്തൊക്കെയോ എനിക്ക് അപാകതകളുണ്ട്. ഉറക്കം നഷ്ടപ്പെട്ട ഒരു അമ്മയ്ക്ക് പോലും 6-7 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ മാസങ്ങളോളം കുഞ്ഞുങ്ങളെ നോക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉറക്കം കെട്ട് പോകുമ്പോഴേക്ക് അവർ ഇന്ത്യൻ സ്ത്രീകളുടെ ഒരു സൈലൻറ്റ് സ്ട്രഗിൾ എന്നാണ്, അതായത് കോടിക്കണക്കിന് അമ്മമാരുടെ നിശബ്ദ സഹനം എന്നാണ് പെരിനാറ്റൽ സൈക്കോസിസിനെ ബംഗളൂരു നിംഹാൻസ് പോലുള്ളവ വിശേഷിപ്പിക്കുന്നത്. കാരണം ഇവർ ജോലിയുടെ ഭാഗം, അതുപോലെ തന്നെ ജോലിയുടെ ഭാരം, വീട്ടുജോലി, കുഞ്ഞുങ്ങളെ നോക്കുന്നത്, ഉറക്കക്കുറവ്, ഇതൊക്കെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഒക്കെ ഭാഗമാണെന്ന് വിചാരിച്ചു പോകുന്നവരായിരിക്കും. അപ്പോൾ ചെറിയ ഒരു സാധനം മറന്നു വെച്ചത് ചിലപ്പോൾ അവർക്ക് ഓർമ്മ, അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഓർമ്മകൾ നഷ്ടപ്പെട്ട് അവസാനത്തിൽ ഭ്രാന്തായി കുടുംബങ്ങളിലോട് മൊത്തം അവരോട് പെരുമാറാൻ തുടങ്ങുമ്പോഴേക്കും അവർ തിരിച്ച് ഇതിൽ ഏറ്റവും വയലൻസ് നടക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ ഭാര്യയോ സ്നേഹത്തോടുകൂടി പെരുമാറിയിരുന്ന ഭർത്താവ് ഇവരുടെ പെരുമാറ്റത്തിലെ വൈകല്യങ്ങൾ കാണുമ്പോൾ അവർ തിരിച്ച് അടിക്കുകയോ മർദ്ദിക്കുകയോ മറ്റു ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ രീതിയിലാണ് ഇവരെ ചികിത്സിക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കണം. രണ്ടാമത്തെ വിഷയത്തിൽ ഇവരുടെ ഭ്രാന്ത് കൂടുമ്പോൾ ഇവർ സാധാരണ ആശുപത്രികളിലേക്കല്ല എത്തുന്നത്, അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തല്ല എത്തുന്നത്. അവർ പോകുന്നത് എപ്പോഴും കൂടോത്രം അല്ലെങ്കിൽ അമ്പലങ്ങൾ, പൂജകൾ, പള്ളി, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ്. നമുക്ക് ഇന്ത്യയിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം സ്ഥലങ്ങളിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് കേന്ദ്രീകരിച്ച് നോക്കിയാൽ മനസ്സിലാകും ഈ ആളുകളുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ അവിടെയൊക്കെ ചികിത്സ എത്തുമ്പോൾ ഇവർ ഈ ശാസ്ത്രീയ ചികിത്സയുടെ 100% അവിടെ ചിലവാക്കും. പക്ഷേ ശാസ്ത്രീയ ചികിത്സയ്ക്ക് 1% പോലും ചിലവാക്കാൻ മടിക്കുന്ന, അതായത് അത്രമേൽ സോഷ്യൽ സ്റ്റിഗ്മ നിലനിൽക്കുന്ന രാജ്യം കൂടിയാണിത്. അതൊരിക്കലും ഇവിടം കൊണ്ട് അവസാനിക്കില്ല. അത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ എല്ലാ തലത്തിലും വലിയ പൊളിച്ചുപണി അത്യാവശ്യമാണ് ഈ വിഷയത്തിൽ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അഡ്വക്കേറ്റ് സുഭാഷ്, ഈ വിവിധ കോടതി മുറികളിലേക്ക് ഓടേണ്ടി വരുന്ന ഇവരുടെ അവസ്ഥ, അത് കുറച്ചുകൂടി ട്രോമയിലേക്ക് അവരെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ കാര്യങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാൾ കൂടിയായിരിക്കും താങ്കൾ, അല്ലേ? സ്വാഭാവികമായി ഇപ്പോൾ നേരത്തെ ഇതിനകത്ത് പങ്കെടുത്ത ഡോക്ടർ പറഞ്ഞതുപോലെ ചില നിമിഷങ്ങൾ, ചിലപ്പോൾ ചില മണിക്കൂറുകൾ, അതല്ലെങ്കിൽ ചില ദിവസങ്ങൾ, ആഴ്ചകൾ പിന്നെ മാത്രം ഉണ്ടാകുന്ന മാനസികാവസ്ഥ, അപ്പോൾ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ചില മാനസിക വൈകല്യത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ചില നടപടികൾ, അതിനെ തുടർന്ന് പിന്നീട് അവർ ഈ സമൂഹത്തിനകത്ത് നേരിടേണ്ടി വരുന്ന ഒരു ജീവിതകാലം മുഴുവൻ അവർ നേരിടേണ്ടി വരുന്ന വലിയ വെല്ലുവിളികൾ, ഇത്തരത്തിലുള്ള നിയമപരമായും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള നടപടികൾ, ഇതിനെയെല്ലാം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കണം. ഞാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ നടത്തിയ ഈ ഉദ്യമം, ഈ ചർച്ചകൾ, ഈ ഒരു വലിയ ക്യാമ്പയിന് പിന്നെ ന്യൂസ് മലയാളവും അതോടൊപ്പം തന്നെ ഫൗസിയയും ലക്ഷ്മിയും ഒക്കെ നടത്തുന്ന വലിയ ഉദ്യമം, അതിനൊരു പിന്തുണ എന്ന രീതിയിൽ നമ്മുടെ നിയമ സംവിധാനത്തിനകത്ത് ആവശ്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യമായ ഇടപെടലുകൾ, നിയമപരമായ ഇടപെടലുകൾ എൻ്റെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാകുമെന്ന് പറയുകയാണ്. ഇപ്പോൾ തൊഴിലിടങ്ങളിലെ സ്ത്രീ പീഡനങ്ങളെ പിന്നെ ചെറുക്കുന്നതിനുള്ള നിയമം വരുന്നത് വിശാഖ എന്ന് പറയുന്ന ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ഭാഗമായി, വിശാഖ കേസ് എന്ന് അറിയപ്പെടുന്ന ഒരു കേസിൻ്റെ ഭാഗമായി സുപ്രീം കോടതിയുടെ ഇടപെടലിൻ്റെ ഭാഗമായാണ്. നമ്മുടെ പാർലമെന്ററിയന്മാരും എല്ലാം അത് പരിഗണിക്കാതിരിക്കുന്ന സമയത്ത് സുപ്രീം കോടതിയുടെ ഒരു ജുഡീഷ്യൽ ഇൻ്റർവെൻഷനിലൂടെയാണ് വിശാഖ കേസിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള തൊഴിലിടങ്ങളിലെ സ്ത്രീ പീഡനം തടയുന്ന ഒരു നിയമം വരുന്നത്. അതുപോലെ തന്നെ ഇതുമായി
ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നിയമ സംവിധാനവും നമ്മുടെ പാർലമെന്റേറിയന്മാരും എല്ലാം മാറി നിൽക്കുന്ന സമയത്ത് ഇതിനാവശ്യമായ രേഖകളും ഡാറ്റകളും ലഭ്യമാകുന്ന മുറയ്ക്ക് നിങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കുമെങ്കിൽ ഇതിനാവശ്യമായ നിയമപരമായ ഒരു പിന്തുണ ഒരു ലീഗൽ ഇന്റർവെൻഷൻ ഉണ്ടാകാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് കൂടി ചർച്ചയുടെ ഭാഗമായി അറിയിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരത്തിൽ ഏതെങ്കിലും നിയമ സംവിധാനത്തിനകത്ത് ആവശ്യമായ സഹായം ആവശ്യമുള്ള ഇരകൾക്ക് അവർക്ക് ആവശ്യമായ പിന്തുണ നൽകാൻ വേണ്ടിയും എന്നാൽ സാധ്യമാകുന്ന തരത്തിലുള്ള നിയമപരമായ പിന്തുണയും ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്നുകൊണ്ട് മാധ്യമപ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ അഭിഭാഷകർക്കും നിയമ സംവിധാനത്തിനകത്തുള്ള ആളുകൾക്കും എല്ലാവർക്കും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇതൊരു നമ്മുടെ സമൂഹം നേരിടുന്ന, നമ്മുടെ സ്ത്രീകളും നമ്മുടെ കുടുംബങ്ങളും നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിന് ഉണ്ടാക്കിക്കൊണ്ട് അതിനാവശ്യമായ മാറ്റങ്ങൾ നമ്മുടെ സംവിധാനത്തിനകത്ത് ഇവർക്ക് ആവശ്യമായ പിന്തുണ ലഭ്യമാക്കാനും അവരെ ഒരു ഇര എന്നുള്ള നിലയ്ക്ക് കൈകാര്യം ചെയ്തുകൊണ്ട് ഈ നമ്മുടെ നിയമ സംവിധാനത്തിൽ നിലനിൽക്കുന്ന പോരായ്മകൾ പരിഹരിക്കുന്നതിനാവശ്യമായ ഇടപെടലുകൾ നടത്താൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സാധിക്കണം. അതിന് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകുമെന്ന് മാത്രമാണ് പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായും നന്ദി, ഒരുപാട് നന്ദി അല്ലേ. അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് വലിയ അതിൽ തീർത്താത്ത നന്ദിയുണ്ട്. ഇക്കാര്യത്തിൽ ഒരു നിയമ പോരാട്ടത്തിന് മുൻകൈ എടുക്കുക. സുഭാഷ് നിമിഷപ്രിയയുടെ മോചനത്തിൽ ഉൾപ്പെടെ വലിയ ദേശീയ ശ്രദ്ധ നേടിയ അഡ്വക്കേറ്റ് കൂടിയാണ്. അദ്ദേഹത്തോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്തരം സ്ത്രീകൾക്ക് ഉടൻ തന്നെ സുഭാഷ് ചന്ദ്രൻ മുഖേന നീതി ലഭ്യമാകുമെന്നുള്ളൊരു ആത്മവിശ്വാസം കൂടി എനിക്കുണ്ട്. ഫൗസിയ ഇതൊരു ദൗത്യം പോലെ കൊണ്ട് നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട് ഈ ദിവസങ്ങളിലൊക്കെ. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം? എപ്പോഴാണ് ഇങ്ങനെ ഒരു പരമ്പര തുടങ്ങാം, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യാം എന്നുള്ള കാര്യം മനസ്സിലേക്ക് വരുന്നത്? അതല്ലെങ്കിൽ ഇത്രയും അഡ്രസ്സ് ചെയ്യപ്പെടാതെ കിടക്കുന്ന ഒരു നീതി നിഷേധം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ആദ്യം തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? അത് ഒരു വലിയ സ്റ്റോറിയാണ് ശരിക്കും. അത് പക്ഷേ ഇവിടെ പെട്ടെന്ന് തീരാൻ പറ്റില്ല. 12 വർഷം മുമ്പ് ഇന്ത്യ വിഷൻ്റെ ഭാഗമായിട്ട് മലപ്പുറം ബ്യൂറോയിലേക്ക് പോയി താമസിക്കുമ്പോൾ അവിടെ മുണ്ടുപറമ്പിലെ ഒരു ഡോണറുടെ മകളുണ്ടായിരുന്നു. ബുഷ്ര എന്നാണ് അവരുടെ പേര്. അവൾ 15 വയസ്സിലും 17 വയസ്സിലും അടുപ്പിച്ചടുപ്പിച്ച് പ്രസവിച്ചതാണ്. അപ്പോൾ ആദ്യത്തെ പ്രസവത്തിൽ ഇവർക്ക് ചെറിയൊരു ഭ്രാന്ത് എന്നുള്ള രീതിയിൽ, അതായത് ഇവരുടെ ഗർഭമാണെന്ന് ഇവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ലായിരുന്നു. ഈ പുറത്ത് കോഴി ഇങ്ങനെ കരിയില ചെനക്കുമ്പോൾ ഇവർക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാവുകയും കട്ടിലിനടിയിലൊക്കെ പോയി ഒളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നീട് രണ്ടാമത്തെ പ്രസവത്തിലും ഇത് ഭീകരമായ രീതിയിൽ ആവർത്തിക്കുകയും ഈ പ്ലാസ്റ്റിക്കിൻ്റെ ശബ്ദം പോലും വലിയ അസ്വസ്ഥത ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നൊരു സന്ദർഭം ഉണ്ടായിരുന്നു എന്ന് അവരെന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ അവർ ആ സമയത്ത് തങ്ങൾമാരുടെ അടുത്തൊക്കെ പോയിട്ടാണ് അതിന് ചികിത്സ എടുത്തത്. ഒടുവിലാണ് ഇതിങ്ങനെ എന്തോ ഒരു പ്രശ്നം, ഈ ഹോർമോൺ പ്രശ്നങ്ങൾ എന്തോ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഏതോ ഒരു ഡോക്ടർ പറഞ്ഞു. പക്ഷെ അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരെ ഉമ്മ എൻ്റെ അടുക്ക പറയുമായിരുന്നു, ബുഷ്രയ്ക്ക് ഇനി ഒരിക്കലും ഗർഭം ഉണ്ടാകരുതെന്ന് ദൈവത്തോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു. എല്ലാവരും മക്കളുണ്ടാകണേന്ന് പ്രാർത്ഥിക്കുമ്പോൾ മകൾക്ക് മക്കളുണ്ടാകരുതേന്ന് പ്രാർത്ഥിക്കുന്ന അമ്മ. കാരണം അത്രമേൽ വലിയ കഠിനമായ യാതനകളിലൂടെ ഈ മകളെ ഇവർ കൊണ്ടുപോകേണ്ടി വന്നു എന്നുള്ളതാണ്. ഭ്രാന്ത് എന്നുള്ളത് തന്നെ എൻ്റെ അൾട്ടിമേറ്റിലൂടെ. പക്ഷേ അത് തിരിച്ചറിയാൻ ആ കുടുംബത്തിന് കഴിയാതെ പോയി എന്നുള്ളതാണ്. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് പിന്നീട് വന്ന കേസുകളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഞാനൊരു കേസും ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ദൈവാധീനം കൊണ്ട് അമ്മ കുഞ്ഞിനെ കൊന്നു എന്നുള്ളത് ഒരിക്കൽ പോലും എൻ്റെ നാക്കുകൊണ്ട് പറയേണ്ടി വന്നില്ല എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് ഞാനിപ്പോൾ വിചാരിക്കുന്നു. പക്ഷേ ഓരോ കേസും എടുത്ത് സൂക്ഷിച്ചു വെച്ചു, എന്നിട്ട് ഓരോന്നും പഠിച്ചു വെച്ചു. അതിൽ ഈ പറഞ്ഞ പോലെ നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോയ അവിഹിത ഗർഭം, ആകസ്മിക ഗർഭങ്ങൾ ഉൾപ്പെടെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങളെ കൊന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ നമുക്ക് പ്രത്യേക തലത്തിലേക്ക് തന്നെ കൊണ്ടുപോകേണ്ടതുണ്ട്. പക്ഷെ ആദ്യം ഭർത്താവുള്ള നിയമത്തിൻ്റെ മാർഗത്തിലൂടെ കല്യാണം കഴിച്ച് അവർക്ക് കുഞ്ഞുങ്ങളെ കൊല്ലേണ്ടി വന്നവർക്കുള്ള നീതിയാണ് ആദ്യം ഉറപ്പാക്കേണ്ടത്. മറ്റുള്ളവരും ഇത്തരം പെരിനാറ്റൽ സൈക്കോസിൻ്റെ ഭാഗം തന്നെയായിരിക്കും സ്വാഭാവികമായിട്ടും മോസ്റ്റ് ഓഫ് ദ കേസുകളിലും സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പിന്നീട് നമുക്ക് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട വിഷയമാണ്. സുഭാഷിലേക്ക് പോയാൽ, സുഭാഷ് ഈ പറഞ്ഞ പോലെ ഇൻഫൻറ്റിസൈഡ് ആക്ട് എന്നതിലേക്കൊക്കെ നമുക്ക് എത്താൻ ഇനിയും ഒരുപാട് പോരാട്ടങ്ങൾ, ഇടപെടലുകൾ ഒക്കെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നു. ഇത്തരത്തിൽ ഒരു മനുഷ്യാവകാശ സംഘടനകൾ പോലും ഈ വിഷയം പറഞ്ഞു കേൾക്കുന്നതുമില്ല. ഇനി ഒരു അടിയന്തരമായി നമുക്ക് അടുത്ത ഘട്ടത്തിൽ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ്, ഇപ്പോൾ ഒരു പരമ്പര തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകളിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഉടൻ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് എന്താണ് ഒരു സമൂഹം എന്ന നിലയിൽ എന്നാണ് താങ്കൾക്ക് പറയാനുള്ളത്?
ലക്ഷ്മി, സ്വാഭാവികമായും ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ദൗർഭാഗ്യവശാൽ നമ്മുടെ സംവിധാനത്തിനകത്ത്, നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിനകത്ത് നമുക്കൊരു ശൈലജ ടീച്ചർ മാത്രമാണുള്ളത്. നമ്മുടെ നിയമ സംവിധാനത്തിനകത്ത് നമുക്ക് ജസ്റ്റിസ് നാഗരത്നെ പോലെയുള്ള ഒരു പിന്നെ ജഡ്ജ് മാത്രമാണുള്ളത്. അതിനപ്പുറത്ത് വലിയ വിഭാഗം നമ്മളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു വിഭാഗമാണ്. അവരെ ഈ വിഷയങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹം നേരിടുന്ന, നമ്മുടെ സ്ത്രീകൾ നേരിടുന്ന ഈ ഒരു പ്രശ്നം ബോധ്യപ്പെടുത്തുക എന്നുള്ള തരത്തിലേക്കുള്ള ചർച്ചകൾ, അതിന് നിങ്ങൾ നടത്തിയ 2 ആഴ്ചത്തെ ഒരു ഉദ്യമം എന്ന് പറയുന്നത് വലിയ തരത്തിലുള്ള തുടക്കം തന്നെയാണ്. പക്ഷെ സ്വാഭാവികമായും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഈ ചർച്ചകൾ കണ്ടതിന്റെ ഭാഗമായി ഇനി നാളെ ഒരു മാധ്യമ പ്രവർത്തകൻ ഇത്തരത്തിലൊരു അമ്മ കുഞ്ഞിനെ കൊന്നു എന്നുള്ള വാർത്ത ചെയ്യുന്ന സമയത്ത് ഇത് വളരെ ഗൗരവപൂർവ്വം ഈ ഫൗസിയുടെ ഈ പരമ്പര വീക്ഷിച്ച, അല്ലെങ്കിൽ ന്യൂസ് മലയാളത്തിന്റെ ഈ പരമ്പര വീക്ഷിച്ച ആളുകൾ അത് അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ കൂടി ഒരു പുനർവിചിന്തനം ഉണ്ടാകും. അതങ്ങനെയാണോ റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകൾ വരുന്ന സമയത്ത് സ്വാഭാവികമായും നമ്മൾ ആദ്യം സെൻസിറ്റൈസ് ചെയ്യേണ്ടത് നമ്മുടെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള നമ്മുടെ സമൂഹത്തിനകത്ത് അഭിപ്രായ രൂപീകരണത്തിന് ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുന്ന മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ നിയമ സംവിധാനത്തിനകത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള പ്രോസിക്യൂഷൻ, പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, അവരാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചാർജ് ഷീറ്റ് എഴുതുന്നത്. FIR മുതൽ ചാർജ് ഷീറ്റ് വരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കുന്നത് പോലീസുകാരാണ്. അപ്പോൾ അവരെ എഴുതി വെക്കുന്ന കേസ് ഈ സ്റ്റോറിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ കേസ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവരെ സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു കേസ് വരുന്ന സമയത്ത് അത് കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ സെൻസിറ്റൈസ് ചെയ്യേണ്ടതുണ്ട്. ഇത്തരം ഒരു കേസ് വരുന്ന സമയത്ത് അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് നമ്മുടെ ജുഡീഷ്യറിയെ സെൻസിറ്റൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊരു വലിയ പോരാട്ടമാണ്. ഇത് നാളെ നമുക്കൊരു ഇത്തരത്തിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ വേണ്ട. പക്ഷേ നമുക്ക് ഒരു ദീർഘകാലമുള്ള പോരാട്ടം, അതിനുള്ള ഒരു നിയമപരമായ പിന്തുണയാണ് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചത്. തീർച്ചയായും വളരെയധികം നന്ദി അഡ്വക്കേറ്റ് സുഭാഷ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്, അതുപോലെ ഡോക്ടർ അനുപമ ഈ വിഷയത്തിൽ ഞങ്ങളോട് തത്സമയം ചർച്ചയിൽ സഹകരിച്ചതിന് വളരെയധികം നന്ദി. തീർച്ചയായും വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ അത് ഓരോ മേഖലയിലും നമ്മൾ പറഞ്ഞു തന്നെ ഉണ്ടാക്കേണ്ട മാറ്റങ്ങൾ ഉണ്ട്.